ആ ഉമ്മ പറയുന്ന പല കാര്യങ്ങളിലും ഇപ്പോഴും വ്യക്തതയില്ല. ആ ഉമ്മ പറയുന്നത് എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല, ഞാൻ കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. ആ ഉമ്മയ്ക്ക് ചായ ഇട്ട് കുടിച്ചതും മകനെ സ്കൂളിലേക്ക് വിട്ടതും എല്ലാം ഓർമ്മയുണ്ട്. ഫർസാന ഈ പറയുന്ന അഫാൻ തറയിലിട്ട് ഇടിച്ചിട്ട് ഞാൻ ഫർസാനെ വിളിച്ചുകൊണ്ട് വരാം, ഉമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നതെല്ലാം ഓർമ്മയുണ്ട്. പിന്നെ അതിനുശേഷം പലതും ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു 24 ന്യൂസ് ഇത് പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത്. കാരണം ഓരോന്ന് പറയുമ്പോഴും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് പറഞ്ഞു വരുമ്പോൾ 24 ന്യൂസിലെ ആളുകൾ ഇങ്ങനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പം ഓർമ്മയില്ല കേട്ടോ, മറന്നുപോയി എന്നുള്ള രീതിയിലേക്കും വരുന്നുണ്ട്. നമുക്കത് കാണുമ്പോഴേ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. ആ ഉമ്മയുടെ ഓർമ്മകളിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. തലയിടിച്ച് വീണ ഒരാൾ അല്ലെങ്കിൽ ഇത്രയും ഒരു പരിക്കേറ്റ ഒരാൾക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവാം, സ്വാഭാവികം. അതെന്തായാലും 2 ആഴ്ച കഴിയുമ്പോൾ അത് റിക്കവറായി വരും. പക്ഷേ ആ ഓർമ്മക്കുറവിനെ തന്നെ താങ്ങി പിടിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അല്ലെങ്കിൽ അത് വീണ്ടും ഒരാൾ ചോദിക്കുന്ന സമയത്ത് വീണ്ടും അത് ഓർത്തെടുത്തിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ പുള്ളിക്കാരിക്ക് എല്ലാ കാര്യങ്ങളെപ്പറ്റി നല്ല വ്യക്തമായ അറിവുണ്ട്. അതിലെനിക്ക് ഏറ്റവും വിഷമം തോന്നി, അല്ലെങ്കിൽ എനിക്ക് ഡൗട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഫാൻ്റെ പിതാവ് റഹീം